മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിയുമെങ്കിൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വലിയ വിവാദങ്ങൾ കത്തിപ്പടരുമ്പോഴും ബോക്സ് ഓഫീസ് കുതിപ്പ് തുറന്ന മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാൻ. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പല റെക്കോർഡുകളും തകർത്തെറിയുകയാണ് സിനിമ എന്നാണ് റിപ്പോർട്ട് പ്രകാരം മാർച്ച് 27 മുതൽ 30 വരെയുള്ള വീക്കെൻഡിൽ എമ്പുരാനിൽ ആഗോള കളക്ഷനിൽ മൂന്നാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വമ്പൻ ഹോളിവുഡ് സിനിമകളെയും ഈ വർഷത്തെ ഏറ്റവും വലിയ ഹിന്ദി ചിത്രമായ ചാവയെയും മറികടന്നാണ് ഈ ചിത്രം നേട്ടത്തിലേക്ക് എത്തിയെന്നാണ് വിവരം. ഏകദേശം $19 മില്യൺ എമ്പുരാന്റെ ഈ വീക്കെൻഡിലെ ആഗോള കളക്ഷൻ, അതായത് 165 കോടി രൂപ. ആഗോള കളക്ഷനിലെ ഡിസ്നിയുടെ സ്നോ വൈറ്റ്, ജേസൺ സ്ഥാഥത്തിന്റെ വർക്കിംഗ് മാൻ എന്നീ സിനിമകൾക്ക് തൊട്ടു പിന്നിലാണ് എമ്പുരാൻ. പാരാസൈറ്റ് എന്ന സിനിമയിലൂടെ ഓസ്കാർ ലഭിച്ച ബോങ് ജൂൺ ഹോ സംവിധാനം ചെയ്ത മിക്കി 17, വിമൺ ഓഫ് ദി യാർഡ് എന്നീ വമ്പൻ ഹോളിവുഡ് സിനിമകളെ പിന്തള്ളിയാണ് എമ്പുരാൻ ആഗോളതലത്തിൽ മൂന്നാമതായി എത്തിയത്. UK ഉൾപ്പെടെയുള്ള വിദേശ മാർക്കറ്റുകളിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഷാരൂഖ് ഖാൻ, വിജയ് സിനിമകളുടെ കളക്ഷനിൽ പോലും മറികടന്നാണ് എമ്പുരാന്റെ ജൈത്രയാത്ര. UK ബോക്സ് ഓഫീസിലെ കളക്ഷൻ നോക്കുമ്പോൾ സിനിമ 3 ദിവസം കൊണ്ട് ഏകദേശം 13.5 കോടി ഇന്ത്യൻ രൂപ മാത്രം നേടിയെന്നാണ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ സിനിമകളുടെ കളക്ഷൻ നോക്കുമ്പോൾ ഇത് റെക്കോർഡ് വിജയമാണ്. വിജയ് ചിത്രം ലിയോ, ഷാരൂഖ് ഖാൻ ചിത്രം ജവാൻ എന്നിവയുടെ കളക്ഷൻ റെക്കോർഡ് മറികടന്നാണ് എമ്പുരാൻ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ 3 ദിവസം കൊണ്ട് തന്നെ ഓവർസീസിൽ നിന്ന് 10 മില്യണിലധികം നേടിക്കഴിഞ്ഞു. മാത്രവുമല്ല 48 മണിക്കൂർ പിന്നിടും മുമ്പേ ആഗോളതലത്തിൽ 100 കോടി ക്ലബിലും എമ്പുരാൻ എത്തിയിരുന്നു. മലയാള സിനിമയിലെ പല റെക്കോർഡുകളും സിനിമ മറികടക്കുന്നതിന് ആവേശത്തിലാണ് ആരാധകർ.